വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ലീഡ് ചെയ്ത ദൈവദാസിയെ, അതുപോലെ ബിന സിസ്റ്ററിനെ, കുടുംബത്തെയും, അതുപോലെ വർഷിപ്പ് ലീഡ് ചെയ്തതായ പ്രിയ സിസ്റ്ററിനെ, അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും ക്രിസ്തുവിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഓർപ്പിച്ചതുപോലെ തന്നെ എഫെസോസ് സഭയുടെ ദൂതനുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെ. ഇന്ന് 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള സ്മുർന്നയുടെ സഭയുടെ ദൂതനും, അത് കഴിഞ്ഞിട്ട് 12 മുതൽ 17 വരെയുള്ള പെർഗമോസ് സഭയുടെ ദൂതനും. ഇത് 2 കാര്യങ്ങൾ പഠിക്കുവാൻ അരമണിക്കൂർ നമ്മൾ ഈ 2 സഭയെക്കുറിച്ചും പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ മുന്നോട്ട് പോകാം. ആമേൻ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഓരോ സഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അതിൻ്റെ ആ സ്ഥലത്തെക്കുറിച്ച്, എഫെസോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് എഫെസോസ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഇന്നും നമ്മൾ സ്മുർന്നയെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് നമ്മൾ നേടും. അത് കഴിഞ്ഞിട്ട് മുഖവുര, ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്രശംസ. ഇൻട്രൊഡക്ഷനൊക്കെ പിന്നെ ഞാൻ പറയാം. എന്നാലും പ്രശംസയെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ, സ്മുർന്ന സഭയുടെ പ്രശംസ ആത്മീകമായ സമ്പന്നമായ ഒരു അവസ്ഥയുള്ളവരായിരുന്നു. ധനവാനാകുന്നു, ഇവിടെ ധനവാനാകും എന്ന് പറയുന്നു. ഈ ധനവാൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ളതാണ്. ആത്മീക ധനത്തെക്കുറിച്ചാണ് സ്മുർന്ന സഭയെക്കുറിച്ച് പറയുന്നത്. പിന്നെ വിമർശനം, ഈ സഭയെക്കുറിച്ച് ഒരു വിമർശനവും ഇല്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സഭയെക്കുറിച്ച് വിമർശനം അധികമായിട്ടില്ല. നല്ലൊരു മാതൃകാ സഭയാണെന്ന് കാണാൻ കഴിയും. അടുത്തത് പ്രബോധനം, അവരെക്കുറിച്ചുള്ള പ്രബോധനം. ഇത് നമ്മൾ പഠിച്ചു വരുമ്പം പറയാം, എന്നാലും ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്. പ്രബോധനം, പേടിക്കേണ്ട. മറ്റൊന്ന്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. നമ്മൾ സ്നാന സമയത്തൊക്കെ പറയുന്ന വാക്ക് ഇവിടുന്നാണ് എടുത്തത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് കിട്ടും, ജീവകിരീടം പ്രാപിക്കും. അതാണ് പ്രബോധനം. മുന്നറിയിപ്പ്, സാത്താൻ ചിലരെ തടവിലാക്കും. സാത്താന്റെ സഭ, സാത്താൻ ചിലരെ തടവിലാക്കും. അതൊരു മുന്നറിയിപ്പാണ്. നോട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊന്ന് ആദ്യമായിട്ട് എഴുതിയാൽ നമുക്ക് പഠിക്കുമ്പോൾ അത് എളുപ്പമാകും. അടുത്തത് വാഗ്ദാനം, വാഗ്ദത്തം. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ഓരോ സഭയ്ക്കും ജയിക്കുന്നവർക്കുള്ള പ്രതിഫലമുണ്ട്. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ആ സ്ഥലത്തെക്കുറിച്ച്, സ്മുർന്ന സഭ നിൽക്കുന്ന സ്ഥലം സ്മുർന്ന. രണ്ടാമത് ഇൻട്രൊഡക്ഷൻ, ആരെഴുതി, ആർക്കെഴുതി, ആരെഴുതി എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ. മൂന്നാമത് പ്രശംസ, അപ്രിസിയേഷൻ. എന്താണ് പ്രശംസ? ആത്മീക ധനവാനായിരിക്കുന്ന, ആത്മീകമായി സമ്പന്നമായിരിക്കുന്ന അവസ്ഥ, ധനവാനാകുന്നു എന്നുള്ളത്. ഓക്കെ, അത് പഠിക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയും കൂടെ ചിന്തിച്ചിട്ട് അത് പഠിക്കത്തുള്ളൂ. മൂന്നാമത്തത് വിമർശനം, ഈ സഭയെക്കുറിച്ച് വിമർശനം ഇല്ല. നാലാമത് പ്രബോധനം, പേടിക്കേണ്ട, മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. അഞ്ചാമത് മുന്നറിയിപ്പ്, വാർണിംഗ്, സാത്താൻ ചിലരെ തടവിലാക്കും. ആറാമത്തത് വാഗ്ദാനം അഥവാ വാഗ്ദത്തം, ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ഓക്കെ, ഇനി ഈ കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആരംഭത്തിലേ പറഞ്ഞിരുന്നു, എഫെസോസ് സഭ 1st സെഞ്ചുറി ആണല്ലോ, അപ്പോസ്റ്റോലിക് ടൈം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് 1 മുതൽ 100 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം അഥവാ 1st സെഞ്ചുറി, AD 1st സെഞ്ചുറി കാലഘട്ടമാണ് എഫെസോസ് സഭയുടെ കാലഘട്ടം. അത് സഭാചരിത്രമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നത്. രണ്ടാമത്തെ ഇന്ന് പഠിക്കുന്ന സ്മുർന്ന സഭയുടെ കാലഘട്ടം AD 100 മുതൽ 322 AD വരെയാണ്. AD 100 മുതൽ 312 AD വരെ. അതിനെ സഫറിംഗ് ടൈംസ് എന്നാണ് പറയുന്നത്. പീഡനകാലം, പെർസിക്യൂഷൻ കാലം. ഇന്ന് പഠിക്കുന്നത് സ്മുർന്ന സഭയുടെ കാലഘട്ടം AD 100 മുതൽ 312 വരെയുള്ള സമയത്ത് സഭയ്ക്കുണ്ടായ പീഡനങ്ങൾ, കഷ്ടതകൾ, അല്ലെങ്കിൽ സഫറിംഗ് ടൈംസ്. ആദ്യത്തെ എന്താണ്? അപ്പോസ്റ്റോലിക് ടൈംസ്. നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രഹിച്ചോണം ഈ കാര്യങ്ങൾ. ഫസ്റ്റ് എഫെസോസ് എന്ന് കേൾക്കുമ്പോൾ ഓർത്തോണം 1 മുതൽ 100 വരെയുള്ള കാലഘട്ടം. അപ്പോൾ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് മുതൽ പവിത്ര പരിശുദ്ധാത്മാവ് ഇറങ്ങിയ കാലം മുതൽ 100-ാമത്തെ കാലഘട്ടം വരെ. അപ്പോൾ ശിഷ്യന്മാരുടെ ആ യേശുവും ശിഷ്യന്മാരുടെയും കാലഘട്ടം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. രണ്ടാമത്തത് പീഡനകാലം, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സ്മുർന്ന.
AD 100 മുതൽ 312 വരെ. സഫറിംഗ് ടൈംസ്, കഷ്ടതയുടെ കാലം, പെർസിക്യൂഷൻ ടൈംസ്. ഓക്കെ, അത്രയും നോട്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ സ്മുർണയെ കുറിച്ച് പഠിക്കാൻ പോവാം. ഇപ്പോഴത്തെ പേരും സ്മുർണ എവിടെയാണെന്നൊക്കെ. ഏഷ്യ മൈനറിന്റെ വേറൊരു പേരുണ്ടായിരുന്നല്ലോ, പറയാമോ? ചിറ്റാസിയ. ചിറ്റാസിയ അഥവാ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പുരാതന പട്ടണമായിരുന്നു സ്മുർണ. നോട്ട് ചെയ്യുക, ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പുരാതന പട്ടണം. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പുരാതന പട്ടണം. ഓക്കെ, അടുത്തത്. ഇന്ന് അത് ടർക്കിയിലാണ്. ടർക്കി, TURKEY, ടർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണം ടർക്കി അഥവാ തുർക്കി, ടർക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് അവിടെയാണ് ഈ പട്ടണം സ്മുർണ. ടർക്കിയിലാന്ന് പറയുമ്പോൾ തന്നെ ടർക്കിയുടെ തുറമുഖ പട്ടണമാണ്. അപ്പോൾ തന്നെ തുർക്കിയുടെ മൂന്നാമത്തെ വൻ നഗരവുമാണ് ഈ സ്മുർണ. ഇന്ന് ഈ പട്ടണത്തിന് കൊടുക്കുന്ന പേര്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതിന് പറയുന്ന പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. IZMIR, ഇസ്മീർ. IZMIR, ഇസ്മീർ എന്നാണ് ഇപ്പോഴത്തെ പേര്. ഈ അറേബ്യൻ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊക്കെ മാറ്റിയപ്പോൾ ഇപ്പോൾ പറയുന്ന പേര് ഇസ്മീർ എന്നാണ്. ഇസ്മീർ, IZMIR, ഇന്നത്തെ പേര് ഇസ്മീർ. ഓക്കെ, ഇതൊരു സുന്ദര നഗരമായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. അതുകൊണ്ട് ഇതിനെ ഏഷ്യയുടെ കിരീടം എന്ന് ആണ് വിശേഷിപ്പിച്ചിരുന്നത്. ദ ക്രൗൺ ഓഫ് ഏഷ്യ. ഒരു സുന്ദര നഗരമായിരുന്നത് കൊണ്ട് ഏഷ്യയുടെ കിരീടം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ തിബിരിയാസ് കൈസർ, 1-ാം നൂറ്റാണ്ടിലെ സ്മുർണയിലെ തിബിരിയാസ് കൈസറിന്റെ ഒരു ക്ഷേത്രവും, തിബിരിയാസ് കൈസർ എന്ന് പറഞ്ഞ ടൈബീരിയസ് അവിടുത്തെ ചക്രവർത്തി ആയിരുന്നല്ലോ, റോമിലെ രാജാവിനെ, ചക്രവർത്തിയെ ആരാധിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ തിബിരിയാസ് കൈസറിന്റെ ഒരു ക്ഷേത്രവും ആരാധനയും അവിടെ ഉണ്ടായിരുന്നു. തിബിരിയാസ് കൈസർ എന്ന് പറഞ്ഞ ആളുടെ പേരിലുള്ള ഒരു ടെമ്പിളും അവിടെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ആരാധനയും ഉണ്ടായിരുന്നു. ഇനി ചർച്ച് ഹിസ്റ്ററിയിൽ ഈ സ്ഥലം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ ശിഷ്യനായിരുന്നു ആര്? പ്രധാനപ്പെട്ട സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാന്റെ ഒരു ശിഷ്യനായിരുന്നു പോളികാർപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പോളികാർപ്പ്, POLYCARP, പോളികാർപ്പ്. പോളികാർപ്പിനെ കുറിച്ച് നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടോ? യോഹന്നാന്റെ കാലഘട്ട ശേഷം യോഹന്നാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് സ്മുർണ സഭയുടെ ബിഷപ്പായി മാറിയ ആളാണ് പോളികാർപ്പ്. യോഹന്നാന്റെ ശിഷ്യനായിരുന്നു, അപ്പോൾ തന്നെ സ്മുർണ സഭയുടെ ബിഷപ്പായി മാറി അദ്ദേഹം, ചർച്ച് ലീഡറായിട്ട് മാറി. ഈ പോളികാർപ്പാണ് 86-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട്, യേശുവിന്റെ നാമനിമിത്തം, ദൈവനാമനിമിത്തത്തെ കൊല്ലുവാൻ
അന്നത്തെ ചക്രവർത്തി, റോമൻ ചക്രവർത്തി അദ്ദേഹത്തെ പിടിച്ച് കുറ്റം ആരോപിച്ച് വലിയ തീക്കുണ്ടം, ഈ ശദ്രക് മേശക് അബേദ്നെഗോയെ പോലെ വലിയ തീക്കുണ്ടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊന്നുകളയാൻ തീരുമാനിച്ചു. പിടിച്ചു വലിച്ച് കെട്ടി മുറുക്കി 86 വയസ്സുള്ള പോളികാർപ്പിനെ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് രാജാവ് ചക്രവർത്തി പറഞ്ഞു, നീ ഇപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞാൽ ഈ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് കൊന്നുകളയും. 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ എല്ലാം രക്തസാക്ഷിത്വമല്ലേ. അപ്പം ഇതാണ് പോളികാർപ്പ് പറഞ്ഞ ഒരു ചരിത്ര സംഭവം. അത് ചർച്ച് ഹിസ്റ്ററിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, രാജാവേ, കഴിഞ്ഞ 86 വർഷം എൻ്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു. എനിക്കൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ കർത്താവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? ശ്രദ്ധിക്കണേ, ഇത് ചർച്ച് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടതാണ്. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പ് സ്മുർണ സഭയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തെ കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ രക്ഷപ്പെടാൻ ഒരു പഴുത്, രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 86 വർഷം എൻ്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു. എനിക്കൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. പീഡനകാലമാണെന്ന് ഓർത്തോണം. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, നിന്നെ ഇപ്പൊ കൊന്നുകളയുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേഗം ചെയ്തു, എനിക്ക് എൻ്റെ യേശുവിൻ്റെ മടിയിൽ പെട്ടെന്ന് ചെല്ലാമല്ലോ. അങ്ങനെ ചില മണിക്കൂറുകൾക്കുള്ളിൽ ആ തീക്കുണ്ടത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ടു. അങ്ങനെയാണ് പോളികാർപ്പ് രക്തസാക്ഷിത്വം വഹിച്ചത്. അദ്ദേഹം ശക്തനായ ഒരു വിശ്വാസവീരനും സഭയുടെ നേതൃത്വം വഹിച്ച ആളും സ്മുർണ സഭയുടെ ബിഷപ്പും ഏഷ്യാമൈനറിലെ പ്രഗത്ഭനായ ഒരു ദൈവദാസനുമായിരുന്നു. പോളികാർപ്പിനെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് പിടികിട്ടും. അപ്പൊ ഇവിടെ വെച്ചാണ്, ഈ സ്മുർണയിൽ വെച്ചാണ്, ഇത്ര ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്, ഈ സ്മുർണയിൽ വെച്ചാണ് പോളികാർപ്പ് രക്തസാക്ഷിത്വം വഹിച്ചത്. മാർട്ടിയറായ സ്ഥലമാണ് സ്മുർണ. ഈ ഇത്ര നിങ്ങൾ കേട്ടല്ലോ. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ പറയും. ദ ഷോർട്ടസ്റ്റ് ഓഫ് ദ 7 ചർച്ച് എന്ന് പറയും. ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ, ഈ ദൂതുകൾ പറയുമ്പോൾ ഏറ്റവും കുറച്ചത് നമ്മൾ നോക്കി 8-ാമത്തെ വാക്യം മുതൽ 11 വരെ ഉള്ളൂ. 8, 9, 10, 11 4 വാക്യങ്ങളേ ഉള്ളൂ. ദ ഷോർട്ടസ്റ്റ് മെസ്സേജ് ഓഫ് എമംഗ് ദ 7 ചർച്ചസ്. ഈ 7 സഭകളില് ഏറ്റവും ചുരുക്കമായിട്ട് ദൂത് പറഞ്ഞിരിക്കുന്ന സഭയാണ് സ്മുർണ സഭ. ഇത്രയുമാണ് ഒരു സ്ഥലത്തെ കുറിച്ചൊക്കെയുള്ള ഒരു വിവരണം. ഇനി നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണ്. ആരാണ് ദൂത് പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ 8-ാമത്തെ വാക്യം. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. മതി. ആമേൻ. ഇവിടെ എന്താ പറയുന്നത്? സ്മുർണയുടെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു. ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഓരോ സഭയുടെ ദൂത് എഴുതുമ്പോഴും ദൂത് സംസാരിക്കുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചോണം. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഹിയർ ജീസസ് ഐഡന്റിഫൈങ് ഹിംസെൽഫ് ആസ് ദ എറ്റേണൽ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിൽ എഴുതാമെന്നവർക്ക് എഴുതാം. ഹിയർ ഐഡന്റിഫൈങ് ഹിംസെൽഫ് ആസ് ദ എറ്റേണൽ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. എന്നും ജീവിക്കുന്ന ആദ്യനും അന്ത്യനുമായവൻ എന്നാണ് കർത്താവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കർത്താവ് തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും പോയി ആദ്യം തന്നെ പരിചയപ്പെടുത്തുമല്ലോ, ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഇന്നടുത്താണെന്ന്. കർത്താവ് സ്മൃതി സഭയോട് പറയുക, ഐ ആം ദ എറ്റേണൽ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യനായ ദൈവമാണ്, മാറാത്ത ദൈവമാണ്, എറ്റേണൽ ഗോഡ്, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ആ ഒരു അഭിസംബോധനയിൽ തന്നെ മനസ്സിലാകും കർത്താവ് ആ സഭയെ എന്തുവേണ്ടി സ്നേഹിക്കുന്നു, ആ സഭയുള്ള ദൂത്. ആമേൻ. കർത്താവിനെ നോക്കിയേ, എറ്റേണൽ ഗോഡ്, നിത്യനായ ആദ്യനും അന്ത്യനുമായ ദൈവം. അപ്പോൾ തന്നെ ജീസസ് എൻകറേജിങ്
മെസ്സേജ് ടു ദ പെർസിക്യൂട്ടഡ് ചർച്ച് അറ്റ് സ്മിർന. പീഡനം അനുഭവിക്കുന്ന ഒരു സഭയോടുള്ള ദൂതാണ്. പീഡനം അനുഭവിക്കുന്ന, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയോടുള്ള ശക്തമായ പ്രോത്സാഹന ദൂതുകളാണ്. എൻകറേജിങ് മെസ്സേജ് ടു ദ പെർസിക്യൂട്ടഡ് ചർച്ച് ഇൻ സ്മിർന. സ്മിർന സഭ പീഡനം അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ തളർന്നു പോകരുത്, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവസാനം അവർ കൊടുക്കുന്ന ജീസസ് പ്രോമിസിങ് ദ ക്രൗൺ ഓഫ് ലൈഫ് ഫോർ ഫെയ്ത്ത്ഫുൾനെസ്. നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുന്നത് കൊണ്ട് ജീവന്റെ കിരീടം നിങ്ങൾക്ക് കിട്ടും. ഈ സഭയാണ് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ എല്ലാ പാസ്റ്റർമാരും വെള്ളത്തിൽ നിന്ന് പൊങ്ങിക്കയറുമ്പോൾ തലയെ കൈവച്ചിട്ടും ശുശ്രൂഷകൻ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം. അപ്പൊ നമ്മൾ ഓർക്കണം, സ്മിർന സഭയോടുള്ള വിശ്വസ്തതയാണ്. അവർ വിശ്വസ്തരായി അന്ത്യശ്വാസം വരെയും അവിടെയുള്ള ജനം, പോളിക്കാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവരും വിശ്വസ്തരായി നിന്നു. അതുകൊണ്ട് അവർക്ക് ജീവന്റെ കിരീടം, അവരുടെ കൊടുക്കുന്ന വാഗ്ദാനം ജീവന്റെ കിരീടമാണ്, ദ ക്രൗൺ ഓഫ് ലൈഫ്. അത് അവസാനം നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെന്താണ്? 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? പ്രശംസ. നമുക്ക് 9-ാം വാക്യം വായിക്കാം. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാൻ ആകുന്നു താനും. ഞങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. മതി. അപ്പൊ പ്രശംസ, ഈ സഭയിലുള്ള പ്രശംസ എന്താ? നമുക്ക് നോക്കാം. ധനവാനാകുന്നു താനും. അപ്പൊ ധനവാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ആത്മീക അവസ്ഥയെ കാണിക്കുന്നു. ധനവാനായിരിക്കും ഇവിടെ പറയുന്നത് ആത്മീകമായ സമ്പന്നതയാണ്. അപ്പോൾ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭൗതികമായ അവസ്ഥയെ കുറിച്ച് കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നുപോയൊരു സഭയാ, പക്ഷേ ആത്മീകമായി അവർ സമ്പന്നരായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. അപ്പൊ ആ സഭയിൽ എന്തുണ്ടായിരുന്നു? കഷ്ടതയുണ്ടായിരുന്നു, പീഡനമുണ്ടായിരുന്നു, സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ. പക്ഷേ നീ ധനവാനാകുന്നതാനും. ഇവിടെ ധനവാനെന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ വെൽത്ത്, ആത്മീക സമ്പത്ത്. പ്രിയമുള്ളവരെ, നമുക്കൊന്നുമില്ലെങ്കിലും, ഭൗതികമായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, നാം ആത്മീകമായി സമ്പന്നനായാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഭക്തൻ പാടിയത് ഇങ്ങനെയാണല്ലോ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഈ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമ്മുടെ സമ്പത്ത് കർത്താവാകട്ടെ. യേശു നമ്മുടെ സമ്പത്തായി മാറട്ടെ. സമ്പത്തിന്റെ പുറകെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ശുശ്രൂഷയൊക്കെ ധനാഗമന മാർഗമായി ഏത് തരത്തിലും, ഏത് തരീക്കയിലും, ഏത് മെത്തേഡിലും പൈസ സമ്പാദിക്കാൻ നോക്കുന്ന ആത്മീയ ലോകത്ത് ഇന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം, യേശു എന്റെ സമ്പത്താണ്. ഇനി ഭൗതികമായി എത്ര സമ്പത്തുണ്ടായെങ്കിലും ഡോക്ടർ CJ റോയിയുടെ അനുഭവം നമ്മൾ കണ്ടല്ലോ, ഇതൊന്നും കൊണ്ട് ആരും പോകത്തില്ല. ദൈവിക സമ്പത്ത്, സ്പിരിച്വൽ വെൽത്ത് ഉള്ള മനുഷ്യൻ ഇങ്ങനൊന്നും ചാവത്തില്ല. അവർ കർത്താവിൽ ചേരും സന്തോഷത്തോടെ. അപ്പൊ നമുക്ക് ദൈവം നമ്മൾ കാണിച്ചു തരികയാണ് ആത്മീക സമ്പത്ത്. ഞാൻ 2 വാക്യങ്ങളൊന്ന് വായിപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 2:5, 2 കൊരിന്ത്യർ 6:10. പ്രിയ സഹോദരന്മാരെ, കേൾക്കുമേൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത
രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ മതി മതി ദരിദ്രരെ മതി മതി അപമാനിച്ചു. മതി 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 വിശ്വാസത്തിൽ സമ്പന്നരാകും. ഒരു സമ്പന്നത എന്ന് പറയുന്നത് വിശ്വാസത്തിൽ സമ്പന്നരാകും. എന്താ വിശ്വാസത്തിൽ സമ്പന്നരാകുന്നത്? എന്തു വന്നാലും പറയാൻ കഴിയണം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എന്റെ ദൈവം കരുതും, എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, എന്റെ ദൈവം നടത്തുവാൻ ശക്തനാണ്. വിശ്വാസത്തിൽ നാം സമ്പന്നരായി തീരണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ ലേഖനങ്ങളിലൂടെ പൗലോസും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. വിശ്വാസത്തിൽ സമ്പന്നരാകുക. ഒരാവശ്യം വരുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുന്നതല്ല വിശ്വാസത്തിന്റെ. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ സങ്കടങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പലരോടും ആത്മാർത്ഥതയുള്ളവരോട് ഷെയർ ചെയ്യാം, പക്ഷേ ചോദിക്കാൻ വ്യവസ്ഥയില്ല. ആമേൻ. സമ്പന്നതയാണ്. ആത്മീയമായി സമ്പന്നത അനുഭവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള, ഞാനൊരു ദൂത് പറയാം. ആമേൻ. വിശ്വാസത്താൽ മഹാദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ ബേത്ലഹേമിലെത്തിയ രൂത്തെ, നീ വിശ്വാസത്താൽ ചുവട് വെച്ചാൽ കാലാ പറക്കാൻ പോയ നിനക്ക് വേണ്ടി കറ്റകളെ ദൈവം മാറ്റിയിടും. ഇതൊരു ആത്മീയ ദൂത. സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ പ്രിയ ദൈവദാസീദാസന്മാരെ, ഞാൻ ഉൾപ്പെടെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ നിക്ഷേപം കാണണം. നമുക്ക് വേണ്ടി ദൈവം മാറ്റിയിടുന്ന ആ സമ്പത്തൊന്ന് കാണണം. ഇപ്പം കൺമുമ്പിൽ അത് വന്നില്ല, ഇപ്പോൾ കൈപ്പറ്റി കാണത്തില്ല, പക്ഷേ രൂത്തിനെ പോലെ ആമേൻ, നീ വിശ്വാസത്താൽ നീ കാലു വെക്കുന്ന സ്ഥലം, നീ ഇടപെടുന്ന വിഷയം, ആമേ തൊടുന്ന വിഷയത്തെ ദൈവം നിനക്ക് അവകാശമായി തരും. അത് ദൈവത്തിന്റെ പാർട്ടാണ്, അത് ദൈവത്തിന്റെ ഭാഗമാണ്. നീ വിശ്വാസത്താൽ സമ്പന്നയാകുക, വിശ്വാസത്താൽ തീരുമാനമെടുക്കുക. ആമേ. രണ്ടാമത്തെ 2 കൊരിന്ത്യർ 6:10 വായിച്ചാട്ടെ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. മതി മതി. കണ്ടോ എത്ര ശ്രേഷ്ഠമായ വചനമാണ് ഇത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യണേ. നമ്മുടെ ജീവിതത്തില് ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാൽച്ചുവടിയിലത്രേ. നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ ഒന്നുമില്ല, പക്ഷെ അനേകരെ സമ്പന്നരാക്കുക, അനേകരെ ബലപ്പെടുത്തുക. ക്ഷീണിതരാണ്, അനേകരെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ശുശ്രൂഷ ചെയ്യിപ്പിക്കുക. കയ്യിലൊന്നുമില്ല, ഒരുപക്ഷെ അവിചാരിതമായിട്ട് ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നാൽ, ഒരു അഭിഷിക്തം വന്നാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാണത്തില്ല, പക്ഷേ നാം നിമിത്തം അനേകരെ പോഷിപ്പിക്കുക. ഈ ഒരു ഗുണം ആമേൻ സ്മിർന സഭയ്ക്കുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഒരു വ്യക്തമായ ഒരു ആലോചന ഞാൻ പറയാം. 2 കൊരിന്ത്യർ 8:1 മുതൽ മക്കദോന്യ സഭയെ കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ 8:1 മുതൽ ഒന്ന് വായിച്ചാൽ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. മതി നോക്കണേ, മതി മതി മതി. ഒരു വാക്ക്, കഷ്ടത എന്ന കഠിന ശോധനയിലാണ്. ഇത് സ്മിർന സഭയെ പോലെ മക്കദോന്യ സഭ, യെരൂശലേം സഭയെ പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഏത് സഭയാ? അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭയെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സഭയല്ല മക്കദോന്യ സഭ. വളരെ മക്കദോന്യ പ്രദേശത്തുള്ള മാസിഡോണിയൻ ചർച്ചസ് വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ സഭയായിരുന്നു. കഠിന ശോധനയിലാണ്. എന്നാൽ അവരുടെ സമൃദ്ധി സന്തോഷ സമൃദ്ധി ഉണ്ടോ? അബണ്ടൻസ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ സമൃദ്ധി. ആ കഷ്ടതയിലും അവരെന്ത് ചെയ്തെന്നറിയാമോ? മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. അനേകരെ സഹായിച്ചെന്ന്. പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന ഉപദേശം ശിരസാ വഹിച്ച സഭയായിരുന്നു സ്മിർന സഭ. ഈ പോയിന്റ് കൂടെ നോട്ട് ചെയ്യണേ. ഉള്ളത് കൊണ്ട്, കട്ടൻ ചായ കുടിക്കാനേ ഉള്ളെങ്കിൽ അത് കുടിച്ചാൽ മതിയെന്നേ.
പാല് മേടിക്കാൻ 35 രൂപയ്ക്ക് കടം മേടിക്കാൻ പോകണ്ടെന്ന്. ദൈവം ദുഃഖിക്കുക. നീ ഇന്ന് കട്ടൻ ചായ കുടിച്ചാൽ നാളെ നിനക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കും. ഇന്ന് കട്ടൻ ചായ കുടിക്കാനാണ് ദൈവം ഇതാ കട്ടൻ ചായ കുടിച്ചാൽ മതി. ഇന്ന് ചമ്മന്തി അരച്ച് കഴിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വേറെ കടം മേടിച്ച് ആഹാരം കഴിക്കുന്നത്? അപ്പോൾ ദൈവം നമ്മളെ അങ്ങനെ കിടത്തത്തില്ല, അങ്ങനെ അവസ്ഥ വരുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതും. അത് വേറൊരു ഭാഗം. എന്നാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവി എന്ന ഉപദേശം, എന്ന സത്യം ശിരസാ വഹിച്ച സഭയാണ് സ്മുർണ സഭ. അപ്പൊ നിങ്ങൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായം വ്യക്തമായി പിന്നീട് വായിച്ചാൽ മതി. അപ്പൊ അവർ ഒത്തിരി പേരെ സഹായിച്ചു. അവരാദ്യം തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം അവർ എങ്ങനെ അവർ ദാനം കൊടുത്തത്. തങ്ങളെ തന്നെ, തങ്ങളുടെ ശരീരം തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു. പിന്നീട് അവർക്ക് ചെയ്യാവുന്നതിൽ അപ്പുറം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ചർച്ച് ഹിസ്റ്ററി, പൗലോസിന്റെ മിനിസ്ട്രിയില് റോമാലേഖനവും അതുപോലെ ഫിലിപ്പിയ ലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ മക്കദോന്യ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ മക്കദോന്യ കലീസിയ അത് വേറെ സാധുക്കളായ അന്യജാതി വിശ്വാസത്തിൽ വന്നവരാ. അവരുണ്ടല്ലോ യെരൂശലേം സഭയെ പല പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്. കൊരിന്ത്യ സഭയെ കുറിച്ച് പറയുമ്പോൾ കൊരിന്ത് സഭയിൽ ഒത്തിരി കൃപാവരും അന്യഭാഷയും പ്രവചനവും ദൂതും വെളിപ്പാടും എല്ലാം ഉള്ള സഭയാ. പക്ഷെ അവരെ സഹായിക്കാൻ ഈ മക്കദോന്യ സഭയെ ദൈവം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ പൗലോസ് മക്കദോന്യ സഭയെ ശ്ലാഘിച്ച്, മക്കദോന്യ സഭയെ കുറിച്ച് അനുമോദിച്ച് കൊരിന്ത്യ സഭയെ കുറിച്ച് പറയുന്നത്. അവരെന്നെ സഹായിച്ചു നിങ്ങൾക്ക് വേണ്ടി. ഫിലിപ്പിയ ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. മക്കദോന്യ, മാക്സിഡോണിയൻ ചർച്ചസ്, ചെറിയ നമ്മുടെ ഇന്നത്തെ പോലെ ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. യെരൂശലേം സഭയ്ക്ക് വേണ്ടി അവർ ഒത്തിരി ധനം ശേഖരിച്ചുകൊണ്ട് പൗലോസിന്റെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ട്. യെരൂശലേം സഭ എന്ന് പറഞ്ഞാൽ 5000-ത്തിലധികം വിശ്വാസികളുള്ള സഭയായിരുന്നു. എന്നിട്ട് മാതൃക ഫസ്റ്റ് ചർച്ചായിട്ടും അപ്പോസ്തലന്മാരെല്ലാം അവിടെ ഉണ്ടായിട്ടും ഈ മാസിഡോണിയൻ ചർച്ചസ് ഒക്കെ അവരെ സഹായിച്ചത്. അപ്പം അന്ത്യോക്യ സഭ അങ്ങനെയുള്ള ഒരു സഭയായിരുന്നു. അപ്പോൾ കഷ്ടതയുടെ കാഠിന്യത്തിലും അവർ അനേകർക്ക് കൊടുക്കുന്നവരായിരുന്നു. ഉള്ളവരാരും ചെയ്യത്തില്ല ദൈവമക്കൾ. അതിലൊരു 10% പേരേ ഉള്ളൂ. ഒരു ദുഃഖിക്കുന്നവളെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവളെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധിമുട്ടിലൂടെ പോയ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. വാതോരാതെ ആർക്ക് വേണേലും പ്രസംഗിക്കാം, ആർക്ക് വേണേലും പ്രവചിക്കാം, ആർക്ക് വേണേലും എന്തും പാടാം. പക്ഷെ ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ലൈഫിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ അന്തസത്ത ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലത്തിലും ആമേൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കഷ്ടത എന്ന കഠിന ശോധനയിൽ ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. എന്നാല് നിങ്ങൾ ധനവാനാകുന്നാനും തങ്ങൾ യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്ന അടുത്ത പോയിന്റ്. ആമേൻ. ഈ സാത്താന്റെ പള്ളി, അത് ഇംഗ്ലീഷ് എ സിനഗോഗ് ഓഫ് സൈറ്റൻ, എ സിനഗോഗ്, സാത്താന്റെ പള്ളി. മലയാളത്തിൽ പള്ളി എന്ന് എഴുതുന്നത്, പക്ഷേ യഹൂദന്മാരുടെ ആരാധന സ്ഥലമാണ് സിനഗോഗ്. SYNAGOGUE സിനഗോഗ്. യഹൂദന്മാരുടെ ആരാധന നടത്തുന്ന സ്ഥലമാണ് സിനഗോഗ്. അവരുടെ ആണ്ടിൽ ഒരിക്കൽ പോയി അവർ ആരാധിക്കുന്നതാണ് യെരൂശലേം ദേവാലയം. അത് കഴിഞ്ഞിട്ട് അവരുടെ ലോക്കൽ സ്ഥലങ്ങളിലെല്ലാം അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്, പട്ടണങ്ങളിലെല്ലാം എന്തുണ്ട്? സിനഗോഗുകളുണ്ട്, ചെറിയ ആരാധനാ സ്ഥലങ്ങൾ. യഹൂദന്മാരുടെ ആരാധനാ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ദൂത് പറയുമ്പോൾ ഇവിടെയുള്ള ഈ പള്ളി, യഹൂദന്മാരുടെ പള്ളി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അവർ സാത്താനെയാണ് ആരാധിക്കുന്നത്. ദൈവത്തെ അല്ല, സാത്താനെ ഫോളോ ചെയ്യുന്ന, സാത്താനെ ആരാധിക്കുന്ന കൂട്ടമാണ്. അതുകൊണ്ടാണ് സാത്താന്റെ പള്ളി എന്ന് പറയുന്നത്. ഈ സൈറ്റാൻ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ ഡിയാബോലോസ് എന്നാ. ഡയാബോലോസ്, DIABOLOS. ഡിയാന്നും പറയാം, ഡയാന്നും പറയാം. DIABOL, ഡയാബോലോസ് എന്ന് പറയാം. സ്ലാൻഡറർ, അഡ്വേഴ്സറി, അക്യൂസർ, അപവാദി, കുറ്റം പറയുന്നവൻ, ദോഷം പറയുന്നവൻ, അപവാദി എന്ന അതിന്റെ പ്രധാന അർത്ഥം. അപ്പോൾ സാത്താന്റെ സഭ എന്ന് പറയുമ്പോൾ വാ തുറന്ന മറ്റുള്ളവരുടെ കുറ്റമേ പറയത്തുള്ളൂ. ദൂഷിക്കുക,
വാസ്തവികത അറിയാതെ ഒരു കാരണം കൂടാതെ ഒരാളെ ദുഷിക്കാൻ നമുക്ക് അവകാശമില്ല. തെറ്റിദ്ധരിക്കരുത്. ഒരു ലോക സത്യമുണ്ട്, ഞാനത് പറയാൻ കറക്റ്റ് ഫ്രേസാണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു 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 സനാതന സത്യമാണ്. കള്ളം ഒരു വീട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി, നാട് ചുറ്റി തിരിച്ചു വരുമ്പോഴേ സത്യം പുറപ്പെടത്തുള്ളൂ. മനസ്സിലായോ? ജൂട്ട് കള്ളം, ഫോൾസ് അക്യൂസ് ചെയ്യുന്ന സ്വഭാവം ലോകം മൊത്തം കറങ്ങി വരുമ്പോഴത്തേക്ക് സത്യം ഉടുപ്പൊക്കെ ഇട്ട് സാരിയും ഡ്രസ്സും ഒക്കെ ധരിച്ച് പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് ഇറങ്ങത്തതേ ഉള്ളൂ. കാരണം ആദ്യം കേൾക്കുന്ന എല്ലാം കള്ളത്തരമാണ്. ഒരാളെ ഇല്ലാതാക്കാൻ ഇന്ന് കേരളത്തിലെ മലയാളി പറയുന്ന ക്ഷമിക്കണേ, പെന്തക്കോസ് ആയാലും കൊള്ളാം, ഏത് ക്രിസ്തീയ സമൂഹമായാലും വളർന്നു വരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയെ കണ്ടാൽ, പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ കണ്ടാൽ, ദൈവം ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാൽ ആദ്യം പിശാച് അവരെ കരങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റം പറയാൻ, അക്യൂസർ. കാരണം അവരുടെ അടുത്ത് ആൾക്കാർ പോകരുത്, അവരെ കൈത്താങ്ങൽ കൊടുക്കരുത്, അവരെ കുറ്റം പറയുന്നു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണെന്നേ. അക്യൂസ് ചെയ്യുക, സ്ലാൻഡറർ, അഡ്വേഴ്സറി, ഡയാബോലോസ്, അപവാദി. 33-ാം അധ്യായം മുതൽ തുടങ്ങിയതാ പിശാചിന്റെ പരിപാടി. ദൈവം അരുതെന്ന് പറഞ്ഞത് ഹൗവായെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ തെറ്റ് ചെയ്യിപ്പിക്കുന്ന ആ വ്യക്തി, ആ ശക്തി. വെളിപ്പാട് 12:9 എടുത്തേ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഉണ്ടോ? ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന, നേരെയാക്കാൻ അവന് പ്ലാനില്ല, തെറ്റിക്കുക. വെളിപ്പാട് പുസ്തകം പല ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യയിലാണ് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ. കണ്ടോ, നമ്മളെല്ലാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാ. സാത്താൻ വന്ന് തെറ്റിക്കും. അവൻ ഏത് വേഷഭൂഷാദികളും ഏത് സിസ്റ്റവും സ്റ്റൈലും ഏത് രൂപം എടുത്തോളം നമ്മളെ തെറ്റിച്ച് കളയാൻ നോക്കും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ പ്രാപിക്കണം, വിവേചനവരം പ്രാപിക്കണം. വെളുത്തതെല്ലാം പൊന്നല്ല. നമ്മളോട് ചേർന്ന് വന്ന് താളം ചവിട്ടുന്ന എല്ലാം ഒന്നും നമ്മളെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുന്നവരല്ല. ഞാനിത് പ്രസംഗമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിടുന്നു. ആത്മീയ ദൂതല്ലോ, ക്ലാസ് ആയതുകൊണ്ട്. പ്രിയമുള്ളവരെ, വിവേചനപരമാണ് ഏറ്റവും ഇന്ന് ആവശ്യം. അപ്പോൾ ഈ സാത്താന്റെ പള്ളിക്കാർ, യുവമാര് ദൈവത്തെ ദൂഷിക്കുക, ദൈവമക്കളെ തെറ്റിക്കുക, കുറ്റം പറയുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പീഡനമാണ് ഈ സ്മുർണ സഭയ്ക്കുണ്ടായിരുന്നത്. അന്നേരം ഇവിടെ പറയും സാത്താന്റെ പള്ളിക്കാർ അവരുടെ ദൂഷണം, അവന്റെ പേര് ദൂഷകൻ എന്നാ, ദുഷിക്കുന്നവനെന്ന്. ഇത് ഈ സഭ, സ്മുർണ സഭ അനുഭവിച്ചതാണ്. എന്നാൽ 10-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 10-ാമത്തെ വാക്യം. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 അടുത്തത് മതി 10 ദിവസങ്ങൾക്ക് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണവരെ വിശ്വസ്തനായിരിക്കുക. അത് പ്രബോധനം. ഓക്കെ, ഇവിടെ പറയുകയാണ്, നിങ്ങൾ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. അപ്പം സഹിക്കേണ്ടി വരും, പേടിക്കേണ്ട. ഇതാണ് സ്മുർണ സഭയോടുള്ളത്. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും, അല്ലേ? നോ ക്രോസ് നോ ക്രൗൺ. നമുക്കെല്ലാം കിരീടം വേണം, കഷ്ടത വേണ്ട. ഇന്നങ്ങ് പ്രോസ്പിരിറ്റി അടിച്ച് കത്തിക്കുക. എല്ലാവർക്കും ഇപ്പം അമേരിക്കയും ഗൾഫും പണവും പ്രതാപവും, അങ്ങ് ഉയർച്ച ഉയർച്ച ഉയർച്ച. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ പിശാച് കാണിക്കും, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുക, നീ ഒന്ന് കുമ്പിട്ടാ മതി, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാമെന്നേ. നമ്മൾ അറിയത്തില്ല എവിടെയൊക്കെ നമ്മളെ തെറ്റിക്കുന്നതെന്ന്. തിരിച്ചറിയണം. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ, ഒന്നുമില്ലെങ്കിലും, മുളകേ ഉള്ളെങ്കിലും, കഞ്ഞിവെള്ളവേ ഉള്ളെങ്കിലും കർത്താവിനെ കൈവിടരുത്, ദൈവനാമം ദൂഷിക്കരുത്. ആമേൻ. The devil will put someone of you in prison.
പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ഇതാണ് പോളികാർപ്പിന്റെ ഒക്കെ കാലഘട്ടമാണ്. അതുപോലെ സംഭവിച്ചു. ദ ഡെവിൾ യൂസ്ഡ് ദ ഇംപീരിയൽ അതോറിറ്റീസ് ആസ് ഹിസ് ഇൻസ്ട്രുമെന്റ്. ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത് എന്താ? ആഫ്രിക്കയിൽ നടക്കുന്നത് എന്താ? ഗവൺമെന്റ് അധികാരികളെ പിശാച് കരുക്കളാക്കി, ആയുധങ്ങളാക്കി ദൈവമക്കളെ ഇല്ലാതാക്കാൻ നോക്കുക. സാത്താന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുക. അത് ഒറീസയിലായാലും കൊള്ളാം, ബീഹാറിലായാലും കൊള്ളാം, യു പിയിലായാലും കൊള്ളാം, ഛത്തീസ്ഗഡിലായാലും കൊള്ളാം, ആഫ്രിക്കയിലായാലും കൊള്ളാം. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ദൈവമക്കളെ, ഗവൺമെന്റ് അധികാരികളെ തന്നെ പിശാച് കയ്യിലെടുക്കുക. ചാണകം തീറ്റിക്കാനും വെട്ടിക്കൊല്ലാനും വലിച്ചഴയ്ക്കാനും. സാത്താന്റെ തന്ത്രം എങ്ങനെയെങ്കിലും ക്രിസ്തീയ മാർഗം ഇല്ലാതാക്കണം. ആമേൻ. ഇവിടെ തടവിലാക്കും കുറെ നാളത്തേക്ക്. ഇവിടെ 10 ദിവസം എന്ന് പറയുന്നത്, യു വിൽ സഫർ പെർസിക്യൂഷൻ ഫോർ 10 days. 10 ദിവസം നിങ്ങൾ സഹിക്കേണ്ടി വരും. ഇറ്റ് വാസ് നോട്ട് എ ലോങ് ടൈം. ഇതൊരു പ്രൊലോങ്ഡ്, ഇറ്റ് വാസ് നോട്ട് എ പ്രൊലോങ്ഡ് ബട്ട് നോട്ട് അൺലിമിറ്റഡ് പീരീഡ്. അല്പസമയമേ ഉള്ളൂ, 10 ദിവസം. കുറച്ച് നാളത്തേക്ക് പീഡനം ഉണ്ടാകും. അന്നേരം കാണുന്ന മീഡിയയിലെല്ലാം കൂടെ അവിടെ ഒന്ന് തല പൊക്കുമ്പോഴേ ഇവിടെ കാണുന്ന മീഡിയ യൂട്യൂബിലും ഫേസ്ബുക്കിലും സകല വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് അവിടെ പീഡനം, ഇവിടെ എന്തിനാ? കർത്താവിന്റെ മക്കൾക്ക് ഈ കഷ്ടതയുള്ളതാ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഫോട്ടോയും കാണിച്ച് വീഡിയോയും കാണിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമക്കൾക്കുള്ള അവകാശമാണ് കഷ്ടതയും പ്രതികൂലവും. ഇതിൽ കൂടുതൽ വേണം നമ്മൾ പുറത്ത് കടക്കാൻ. പ്രതികൂലം ഉണ്ടാവും, ഉറപ്പാ. കർത്താവ് എന്താ പറയുന്നത്? യോഹന്നാൻ 16:33 എടുത്താട്ട് യേശു പറഞ്ഞു. യോഹന്നാൻ 16:33. ജോൺ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഈ ലോകം പിശാചിന്റെ അടിമത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. പക്ഷെ ദൈവമക്കൾ അതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഇവിടെയാണ് സത്യാവസ്ഥ. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 100 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ചില ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള കഷ്ടത സ്മുർണ സഭ അഭിമുഖീകരിക്കേണ്ടി വന്നു. വേദചരിത്രകാരന്മാരുടെ അറിവില് പോളികാർപ്പ്, പിന്നെ അതുപോലെ പയോനിയസ് എന്നുള്ള ഒരു ദൈവദാസൻ, പോളികാർപ്പിനെ AD 156 കൊന്നുകളഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്തോ? പോളികാർപ്പ് രക്തസാക്ഷിത്വം വഹിച്ചത് ഈ രണ്ടാമത്തെ കാലഘട്ടം AD 156, 156. ദ മാർട്ടിഡം ഓഫ് പോളികാർപ്പ് AD 156. പോളികാർപ്പ് രക്തസാക്ഷിത്വം വഹിച്ചത് ഏകദേശം 90-95 കഴിഞ്ഞിട്ടാണല്ലോ യോഹന്നാൻ മരിച്ചത്. അതിനുശേഷം പോളികാർപ്പ് AD 156. അതുപോലെ പയോനിയസ്, PIONIUS, പയോനിയസ് എന്ന ഒരു ശക്തനായ ഒരു ദൈവപുരുഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊന്നത് AD 250, 250. ഇതൊരു ഷോർട്ട് ടൈമിലുള്ള കഷ്ടതയാണെന്നുള്ളതിന്റെ അടയാളമാണ് എന്താണ് 10 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അവരോടുള്ള പ്രബോധനം എന്താ അറിയാമോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. എന്താണ് മരണപര്യന്തം? ഒരു തലവേദനയോ ഒരു കഷ്ടതയോ ഒരു ആപത്തോ ഒരു ഇല്ലായ്മയോ ഒരു ഞെരുക്കുമോ വരുമ്പം സുവിശേഷ വിട്ടിട്ട് പോകുന്നതോ ക്രിസ്തീയ ജീവിതം വിട്ടു പോകുന്നതോ അല്ല. മരിക്കേണ്ടി വന്നാലും വിശ്വസ്തരായിരിക്കുക. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? ഇന്ന് കാണുന്ന ഒന്നും അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരിക്കത്തില്ല ഇനിയുള്ളത്. പക്ഷെ
ദൈവവേലയിൽ ആരും കൈത്താങ്ങൽ തന്നില്ലെങ്കിലും വിശ്വസ്തരായിരിക്കും. ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും. ആമേൻ. ദ ക്രൗൺ ഓഫ് ലൈഫ്. ഞാൻ ആദ്യം പറഞ്ഞ ജീവകിരീടം, അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് ജീവന്റെ കിരീടം. ആമേൻ. അടുത്തത് 11ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. പൂർണ്ണ സഭയോട് പറയുന്നത് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. സെക്കൻഡ് ഡെത്ത്, രണ്ടാം മരണം, ദ ഫൈനൽ ജഡ്ജ്മെന്റ്. ആമേൻ. നമുക്ക് നോക്കാം റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായം 6ാം വാക്യം 14ാം വാക്യം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 14ാമത്തെ വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ ഈ മരണത്തിലോ ദോഷം ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞ ജയിക്കുന്നവന് ഇവിടെ പറയുന്നത്. ഇനി ഒന്നുകൂടെ 21:8. നമ്മൾ വെളിപ്പാട് പുസ്തകം ലാസ്റ്റ് അധ്യായങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പഠിക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കുന്നത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലുമത്രേ. അത് രണ്ടാമത്തെ മരണം. കേട്ടോ, ഇത് രണ്ടാമത്തെ മരണം. ഈ മരണത്തിൽ ജയിക്കുന്നവന് ഓഹരിയില്ല, ഒരു ദോഷവും പറ്റും. ദൈവകൃപയെ നിൽക്കാതെ താളം ചവിട്ടി പരിശുദ്ധാത്മാവിന് ദുഃഖം വരുത്തിക്കൊണ്ട്, ആമേൻ, ദൈവാത്മാവ് പറയുന്ന ഇതാണ് പൂർണ്ണ സഭയോട്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം. ഈ രണ്ടാം മരണം എന്നുള്ളതിന്റെ കാര്യം ഇപ്പൊ ഞാൻ ഈ വെളിപ്പാട് പുസ്തകം 20ാം അധ്യായം 6, 14, 21:8 നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവായിട്ട് വിമർശനമായിട്ട് ഈ സഭയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു മാതൃകാ സഭയാണ്. ഏത്? സ്മിർന സഭ. ആമേൻ. കഷ്ടത ഉണ്ടായോണ്ട് ആ മാതൃക ഉണ്ടായത്. നമ്മളൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ 100 വർഷം അല്ലെങ്കിൽ 80 വർഷം, നമ്മുടെ മാതാക്കൾ, നമ്മളൊക്കെ ഓലപ്പരയിലും ചുട്ടു കത്തിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രൈസ്തവ സഭ 100 വർഷത്തിന് മുമ്പ് കുക്കു സാഹിബ് വന്ന കാലഘട്ടം, അല്ലെങ്കിൽ 100-200 വർഷത്തിന് മുമ്പുള്ള കാലം ഓർത്തു നോക്ക്. അന്ന് ദൈവമക്കൾക്ക് സ്നേഹവും ഐക്യതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടായിരുന്നു. കഷ്ടത ഉണ്ടായിരുന്നു അവർക്ക്. മുളക് അരച്ചും ഉടച്ചും ഒക്കെ ആയിരുന്നു തിന്നുന്നത്. കളവണ്ടിയും ഒന്നുമില്ലായിരുന്നു. അന്ന് ഉള്ളവർ വിശ്വസ്തരായിരുന്നു, അഭിഷിക്തരായിരുന്നു. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റുകളുടെ ബഹളമാണ്. ഇന്നെല്ലാം സമൃദ്ധിയാണല്ലോ. അപ്പം കഷ്ടത അവർക്ക് ജീവകിരീടം പ്രാപിക്കാനുള്ള ഒരു കാരണമായി തീർന്നു. അല്ലാതെ അവരാരും കഷ്ടതയെ കുറ്റം പറഞ്ഞ് സമൃദ്ധിയുടെ പുറകെ ഓടിയില്ല. അന്നത്തെ ഒത്തിരി ദൂതുകൾ കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ, ആൾക്കാർക്ക് സൂചിപ്പിക്കുന്ന, പൊക്കിയടിക്കുന്ന, ഉയർത്തിപ്പറയുന്ന നന്മ മാത്രം ദൈവം തരുമെന്നേ. ഇതാരും പറഞ്ഞില്ലെങ്കിലും വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു തമ്പുരാൻ തരും. നീ കെരീത്ത് തൊട്ട് നിന്നാൽ നിന്റെ അകത്ത് ദൂതുണ്ടെങ്കിൽ നിന്നേക്ക് വേണ്ടി കാക്കയെ ദൈവം എത്തിക്കും. അതിനാരുടെയും ദൂതൊന്നും വേണ്ട, ദൈവം കൊണ്ടുതരും. കാരണം നിന്റെ അകത്ത് ദൂതുണ്ട്. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. നിന്റെ വിശപ്പ് അകറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. മനസ്സിലായി? ഇന്ന് ആൾക്കാർ അതിനല്ല, ചുമ്മാ ഓടി നടക്കുക. അതുകൊണ്ട് പലരെയും തെറ്റിക്കുന്ന ഒരു അന്ത്യകാലത്ത് വന്നിരിക്കുക. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ്. മത്തായി 24-ാം തീയതി, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, വെളിപ്പാട് പുസ്തകത്തോട്ട് വരുമ്പോൾ നമുക്ക് കയറാം. മത്തായി 24 കർത്താവ് ഒലിവുമലയിലെ പ്രസംഗത്തിൽ പറയുന്ന അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ദൈവം, ഇവിടെയാണ് ആത്മാവ്, ഇവിടെയാണ് ആത്മാവ്. ഓടരുത്. ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കണം. ഒരിടത്ത്, ഒരു കൂട്ടായ്മ കാണുന്നതല്ല ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് പൊതു മീറ്റിങ്ങുകളുള്ളപ്പോൾ നമുക്ക് പോവുക, പങ്കെടുക്കുക, അത് നല്ല കാര്യം. ഭൗതിക കാര്യങ്ങൾ മാത്രം പറയുന്നവരെ സൂക്ഷിക്കുക. സംതിങ് ഈസ് റോങ്. ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്. കഷ്ടതയിൽ കൂടെ മാത്രമേ ജീവകിരീടം പ്രാപിക്കൂ.
അപ്പോൾ സ്മുർണ സഭയുടെ ദൂതന് അത് തെളിവാണ്. ഇനി 15 മിനിറ്റ് 13 മിനിറ്റ് ഉണ്ടല്ലോ. നമുക്ക് അടുത്ത സഭ, മൂന്നാമത്തെ സഭയിലേക്ക് വരാം. ദ ലെറ്റർ ടു പെർഗമോസ്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 12 മുതൽ 17 വരെ വേഗം നോക്കാം. പെർഗമോസ് സഭയുടെ ദൂതൻ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളേടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിൽ നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇത് ഇന്ന് തുടങ്ങി വെച്ചിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പൂർണ്ണമാവും തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ആദ്യം സ്ഥലം, സാധാരണ പെർഗമോസ് നിങ്ങൾ എഴുതുക. പെർഗമോസ് എന്ന സ്ഥലം. പെർഗമോസ് സഭയുടെ ദൂതൻ എഴുതുക എന്നാണല്ലോ പറഞ്ഞേക്കുന്നത് അല്ലേ? 12-ാം വാക്യം പെർഗമോസിലെ സഭയുടെ ദൂതൻ. അപ്പം പെർഗമോസ് എവിടെയാണ്? എന്താണ് പെർഗമം? PERGAMUM എന്നാണ് എൻ്റെ ഒറിജിനൽ വേർഡ്. പെർഗമം PERGAMUM. പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം സിറ്റാഡൽ. സിറ്റഡൽ, CITADEL. അതിന് കോട്ട, കോട്ട എന്ന് പറയും. നഗരത്തിന്റെ പ്രതിരോധത്തിനായുള്ള കോട്ട, കൊത്തളം, ഉൾക്കോട്ട, അന്തർനഗരം എന്നൊക്കെയാണ് സിറ്റാഡൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സിറ്റാഡൽ, CITADEL, കോട്ട, നഗരത്തിന്റെ പ്രതിരോധ കേന്ദ്രം, സുരക്ഷിത കേന്ദ്രം, പ്രതിരോധിക്കാനുള്ള കോട്ട. കൊത്തളം, പെർഗമം എന്ന വാക്കിന്റെ അർത്ഥം. വേറൊരു മീനിങ് ഉണ്ട്, തറൗലി മാരീഡ്, THOROUGHLY. നിങ്ങൾ വേറെ ചില ഡിക്ഷണറിയൊക്കെ നോക്കിയാൽ അങ്ങനെയും കിട്ടും. തറൗലി മാരീഡ്, പൂർണ്ണമായും വിവാഹിതയായി, പൂർണ്ണമായും വിവാഹിത. തറൗലി മാരീഡ്. പെർഗമം, പെർഗമം എന്ന വാക്കുണ്ട്. ഈ സ്ഥലം സ്മുർണയെ പോലെ എഫസോസുമായിട്ട് കണക്റ്റഡ് ആണ്. അബൌട്ട് 20 miles ഇൻലാൻഡ് ഫ്രം സ്മിർന. സ്മിർനയിൽ നിന്ന് 20 മൈലുകൾ എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ. 20 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്ററുകൾ ഉൾപ്രദേശമാണ് പെർഗമം. വേറൊരു എക്സ്പ്ലനേഷൻ പറയാം, ശ്രദ്ധിക്കണേ. എഴുതാൻ ഉപയോഗിക്കാവുന്ന തുകൽ കടലാസിനെയാണ് പാർച്ച്മെന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, എഴുതാൻ ഉപയോഗിക്കുന്ന തുകലുകൾ ഉണ്ടല്ലോ, പണ്ടത്തെ തുകൽ കടലാസ്, അതിനെ പാർച്ച്മെന്റ് എന്ന് പറയും. ഈ പാർച്ച്മെന്റുമായി ബന്ധപ്പെട്ടാണ് പെർഗമോസ് എന്ന പേര് ആ നഗരത്തിന് ലഭിച്ചത്. പാർച്ച്മെന്റ്, പെർഗമോസ്. മുമ്പ് മീനിങ് ആണ് കേട്ടത്, ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെതായ ഒരു എക്സ്പ്ലനേഷൻ. എഴുതാൻ ഉപയോഗിക്കുന്ന തുകൽ കടലാസിനെയാണ് പാർച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ പാർച്ച്മെന്റുമായി ബന്ധപ്പെട്ടാണ് പെർഗമോസ് എന്ന പേര് ആ നഗരത്തിന് ഉണ്ടായത് അഥവാ ലഭിച്ചത്. ഇനി ആ ലൊക്കേഷൻ പറയാൻ പോവാണ്. ഏഷ്യ മൈനറിലെ പൊപ്രിയ എന്ന ഒരു റോമൻ പ്രൊവിൻസിന്റെ തലസ്ഥാനമാണിത്. പൊപ്രിയ എന്ന റോമൻ പ്രൊവിൻസിന്റെ, റോമ സാമ്രാജ്യത്തിന്റെ ഏഷ്യ മൈനറിലുള്ള പൊപ്രിയ
എന്ന പ്രൊവിൻസിന്റെ തലസ്ഥാനമായിരുന്നു പെർഗമോസ്. ഇനി മറ്റൊരു വിശേഷത, പാർച്ച്മെന്റ് എന്ന് പറഞ്ഞല്ലോ, 2 ലക്ഷം പാർച്ച്മെന്റ് ചുരുളുകൾ ഉള്ള ഒരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിലധികം പാർച്ച്മെന്റ് ചുരുളുകൾ, കടലാസ് ചുരുളുകൾ ഉള്ള ഒരു ലൈബ്രറിയാണ് പെർഗമോസിൽ ഉണ്ടായിരുന്നത്. ഇത് അല്പം ചരിത്രമാണ്. 2 ലക്ഷത്തിലധികം പാർച്ച്മെന്റ് ചുരുളുകളുള്ള ഒരു ലൈബ്രറിയാണ് പെർഗമോസിൽ ഉണ്ടായിരുന്നത്. ഈ ലൈബ്രറി പിന്നീട് എന്ത് ചെയ്യുന്നറിയാമോ? പെർഗമോസിനടുത്ത് തന്റെ പ്രേമഭാജനമായ ഈജിപ്തിലെ ക്ലയോപാട്രയ്ക്ക് മാർക്ക് ആന്റണി സമ്മാനിച്ചു. മാർക്ക് ആന്റണിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർക്ക് ആന്റണി ഈജിപ്തിലെ സുന്ദരിയായ തന്റെ ഭാര്യ ക്ലയോപാട്രയ്ക്ക് ഈ ലൈബ്രറി ആര് സമ്മാനിച്ചു? മാർക്ക് ആന്റണി. ഈ ലൈബ്രറി പെർഗമോസിൽ നിന്ന് എടുത്തു മാറ്റി തന്റെ പ്രിയ ഭാര്യയായ ക്ലയോപാട്രയ്ക്ക് മാർക്ക് ആന്റണി സമ്മാനിച്ചു എന്നും പറയുന്നു. ഇനി ഇന്നത്തെ പെർഗമോസിനെ കുറിച്ച് പറയാം. ഇന്ന് ഈ പേര് അറിയപ്പെടുന്നത് പെർഗമോസ് എന്നല്ല, ബെർഗമോസ്. ബെർഗമോസ്, പായ്ക്ക് പകരം ബേ, ബെർഗമോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏഷ്യ മൈനറില് ബെർഗമോസ് എന്ന സ്ഥലമാണ് ഇന്ന്. അവിടെ പാർക്കുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് പറയാം. തുർക്കികളും അർമേനിയക്കാരും ഗ്രീക്കുകാരുമാണ് ഇന്ന് ഇവിടെ പാർക്കുന്നത്. തുർക്കിയുടെ അടുത്തുള്ളതാണ്. തുർക്കികള്, അർമേനിയക്കാര്, ഗ്രീക്കുകാര്. ബെർഗമോസ്, ഇന്നത്തെ പേര് ബെർഗമോസ്, BER, ബെർഗമോസ്. ഇന്ന് ബെർഗമോസ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. തുർക്കികളുണ്ട്, അർമേനിയക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്. അർമേനിയ ഒരു ബിബ്ലിക്കൽ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾക്കറിയാവോ അർമേനിയയുടെ വിശേഷത? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ബൈബിൾപരമായിട്ട്? അർമേനിയ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒരു നല്ലൊരു രാജ്യം അർമേനിയ. അർമേനിയയുടെ പ്രത്യേകത, ഈ നോഹയുടെ കാലത്തെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചില്ലേ? ഈ അരാരാത്ത് പർവ്വതമുള്ള സ്ഥലമാണ് അർമേനിയ. അർമേനിയയിൽ ഗ്രീക്ക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും ഒത്തിരി ക്രിസ്ത്യൻ ചർച്ചുകളും ഒത്തിരി ഗ്രീക്ക് യഹൂദന്മാരും ഒക്കെ ഉണ്ട്. അർമേനിയ ഒരു നല്ല ബൈബിൾ പരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ചരിത്ര പ്രശസ്തമായ ഒരു രാജ്യമാണ് അർമേനിയ. ഈ അരാരാത്ത് പർവ്വതമൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പൊ അർമേനിയക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ് പെർഗമോസ്. ഓക്കെ, ഈ പെർഗമോസിനെ കുറിച്ച് പറയുന്നത് ആരാണ് സംസാരിക്കുന്നത്? ഈ ഇൻട്രൊഡക്ഷൻ. മൂർച്ചയേറിയ 12-ാം വാക്യം, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. കേൾക്കുമ്പോഴേ മനസ്സിലായി നല്ല ഒരു പൊട്ടിയിൽ കൊടുക്കാനുള്ളതാണ്. അവയെ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മൂർച്ചയേറിയത്. പറയുന്ന ദൂത് പറയുന്ന വ്യക്തി കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവന്റെ വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താൻ സമയം പോകുന്നല്ലോ. 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. അപ്പം പെർഗമോസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമായിരുന്നു പെർഗമോസ്. വിശ്വാസം എന്ന പദം സ്മുർണയിൽ പറഞ്ഞവർ വിശ്വസ്തരായിരുന്നു. വിശ്വാസം എന്ന പദത്തെ ദുരുപയോഗം ചെയ്ത ആൾക്കാരായിരുന്നു അവിടെ ഉള്ളവര്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലം, അവിശ്വാസമുള്ള സ്ഥലം. മറ്റൊരു പ്രത്യേകത, അന്തിപ്പാസ് എന്നൊരു ദൈവദാസൻ അവിടെയാണ് രക്തസാക്ഷിയായി തീർന്ന. അന്തിപ്പാസ്
അപ്പോൾ സാത്താന്റെ സിംഹാസനമുള്ള ഇടം. അപ്പോസ്തല പ്രവൃത്തി 22:20 ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 22:20. നിന്റെ സാക്ഷിയായ സ്തെഫാനാസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ ഓക്കെ ചില രക്തസാക്ഷികളുടെ ചരിത്രം ആമേൻ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ റെഫറൻസ് കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. കാരണം അടുത്ത സമയമായല്ലോ. ഈ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം പെർഗമോസ് സഭയുടെ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സാത്താന്റെ സിംഹാസനമുള്ള ഇടം, സാത്താൻ പാർക്കുന്ന ഇടം. വായിച്ചാടോ 13 ഒന്ന് വായിച്ച് നിർത്താം, ബാക്കി പിന്നെ. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പെർഗമോസ് എന്ന സ്ഥലം സാത്താന്റെ ഇരിപ്പിടമാണെങ്കിലും ദൈവനാമ നിമിത്തമുള്ള അന്തിപ്പാസിനെ പോലുള്ള ദൈവഭക്തന്മാരെ കൊന്നുകളഞ്ഞ സ്ഥലം, സമയം. പക്ഷേ ചിലരൊക്കെ ദൈവത്തിന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവനാമം മുറുകെ പിടിക്കുന്ന നിമിത്തം ഉള്ള വിശേഷതയും അത് കഴിഞ്ഞുള്ള അവരെക്കുറിച്ചുള്ള കുറ്റം 14-ാം വാക്യത്തിലുണ്ട്. അത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. പുതിയ നിയമത്തിൽ പത്രോസിന്റെ യൂദായുടെ ലേഖനത്തിൽ പഠിക്കേണ്ടതാണ്. വീണ സിസ്റ്ററൊക്കെ പഠിച്ചതുകൊണ്ട് അറിയാം. ബിലയാമിന്റെ വഴി, ബിലയാമിന്റെ ഉപദേശം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൊണ്ട് ശരി ആഴമായിട്ട് പോകണം. പെർഗമോ സഭയുടെ പ്രത്യേകത അടുത്ത വാക്യത്തിലുണ്ട്. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പൊ എന്താണ് ബിലയാമിന്റെ ഉപദേശം? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വന്നിട്ട് പത്രോസിന്റെ ലേഖനത്തിന് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ നിക്കലോവിയരുടെ ഉപദേശം. ഇങ്ങനെ തെറ്റായ ദുരുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അവരോട് പറയും, നീ മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ 16-ാമത്തെ വാക്യം വാളുകൊണ്ട് അവരോട് പോരാടും. അപ്പൊ ഇങ്ങനെ തക്കതായ ശക്തമായ താക്കീത് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.